ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വൃക്ഷപൂജ നടത്തി. മരമുറിക്കൽ ചടങ്ങ് നടന്നു. ശ്രീകോവിൽ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വൃക്ഷപൂജ നടത്തി മരം മുറിക്കുന്ന അപൂർവമായ ചടങ്ങ് ഭക്തിപൂർവ്വം ആഘോഷിച്ചു. ഈ അത്യപൂർവ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ നിരവധി ഭക്തജനങ്ങളാണ് നാമജപവുമായി ഒത്തുചേർന്നത്. ഐക്യമത്യ സൂത്രം ചൊല്ലിയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. സംഗച്ഛത്വം സംവരധ്വം സംഭോമരാംസി ജാനുദാ ദേവാഭാഗം യഥാപൂർവേ. ക്ഷേത്രത്തിൽ നിന്നും മേൽശാന്തി ബ്രഹ്മശ്രീ വാർണകോട്ടുമഠത്തിൽ ശങ്കരൻ പോറ്റിയുടെയും ക്ഷേത്രസേവാ സമിതി ഭാരവാഹികൾ, പുനരുദ്ധാരണ കമ്മിറ്റി കൺവീനർ ജി ശ്രീകുമാർ വാര്യർ, ക്ഷേത്രം രക്ഷാധികാരി ബ്രഹ്മശ്രീ ആത്രശ്ശേരി രാമൻ നമ്പൂതിരി, ക്ഷേത്രം തച്ചൻ ജയൻ എം.എൻ. എന്നിവരുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾ നാമജപത്തോടെ കുറ്റിക്കാട്ടിൽ ശിവശങ്കരന്മാരുടെ പുരയിടത്തിലേക്ക് എത്തിച്ചേർന്നു. പ്രകൃതിയെ ആരാധിച്ചും വൃക്ഷപൂജ നടത്തിയും സകല ജീവജാലങ്ങളുടെയും അനുവാദത്തോടെ വൃക്ഷം മുറിക്കുന്നു എന്നാണ് സങ്കല്പം. ആഞ്ഞിലി തടിയിലാണ് ശ്രീകോവിൽ പുനർനിർമ്മിക്കുന്നത്. ഇതിനായി 3000 ക്യൂബിക് തടി ആവശ്യമായി വരും. ഭക്തരുടെ ഭവനങ്ങളിൽ വളരുന്ന പാകമായ തടികൾ സമർപ്പണമായി പലരും തരുന്നത് സ്വീകരിക്കുന്ന ചടങ്ങാണ് നടത്തിയത്. പ്രശസ്തമായ തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ പുനർനിർമ്മാണത്തിലൂടെ കൂടുതൽ ചൈതന്യവർദ്ധനയ്ക്കും പ്രശസ്തിക്കും കാരണമാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭക്തജനങ്ങളെ, എറണാകുളം ജില്ലയിലെ തന്നെ പ്രശസ്തമായ തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വലിയ ഒരു സംരംഭത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. വലിയ ശ്രീകോവിൽ പൊളിച്ച് പണിത് പുനരുദ്ധാരണം നടത്തുന്നതിനുള്ള ഒരു തീരുമാനം ഭക്തജനങ്ങളുടെ കൂട്ടായ തീരുമാനത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മുന്നോടിയായി ഇന്ന് ഈ ക്ഷേത്രത്തിലെ ആദ്യമായി ആവശ്യമുള്ള തടി വെട്ടിമുറിക്കുന്നതിന് അതിൻ്റെ ആചാരങ്ങളോടുകൂടിയുള്ള പരിപാടിക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. എല്ലാ നാട്ടുകാരുടെയും എല്ലാവരുടെയും വളരെയധികം ഭാരിച്ച 2 കോടി രൂപയിൽ കൂടുതൽ ചെലവുള്ള ഇതിൻ്റെ സംരംഭത്തിന് എല്ലാവരുടെയും എല്ലാ സഹകരണം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. 2 കോടി രൂപയ്ക്ക് മേൽ ഇതിലേക്ക് ചിലവ് വരുമെന്നും വിശ്വാസികളുടെ സഹകരണം നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ടെന്നും പറഞ്ഞു. 2 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കർക്കിടക മാസത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ സത്രം ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും രക്ഷാധികാരി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മഴുവന്നൂർ.